നോക്കാൻ ഇവിടുത്തെ നിയമത്തിന് ഭയമായിരുന്നു. മരിക്കാൻ നിനക്കും. പക്ഷേ രണ്ടിനും മന്നാടിയാർക്ക് ഭയമില്ല. ഒരുങ്ങിയിരുന്നോ നീ? കോളനിയിൽ കയറി അവനെ പൊക്കുക എന്ന് പറഞ്ഞാൽ അച്ഛനെ ചടങ്ങ്. കോളനിയിൽ നിന്നല്ല, അവന്റെ ഉമ്മാന്റെ ഗർഭപാത്രത്തിനാണെങ്കിലും കുത്തി. അവിടെ മുഴുവൻ കഞ്ചാവും ടീഡിയൊക്കെ അടിച്ചിട്ട് പിള്ളേരാ എല്ലാം തന്നെ പോകുന്നത്. പഴയ ബിലാലിന് വേണ്ടിക്ക് മാർക്ക് ചെയ്യാൻ പറ്റാത്ത ഏത് കോളനിയുടെ കൊച്ചിരുന്നത്. അവനിടുന്ന വൈറ്റ് ഷൂ, ഞാൻ ലിലൻ പാൻറ്റിന് ഇടുന്ന ഷൂ ആണത്. ആ ഷൂ വരെ അവന് അടിച്ചു കൊണ്ടുണ്ട്. അവൻ്റെ അടുത്ത് ചെറ്റാന്ന് പറയുന്ന കള്ളൻ എന്ന് തന്നെ പറയാം. ഇങ്ങനത്തെ ഒരു നാറി. ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഞാൻ വാഹിദ്. ഇത് ഷാജി പപ്പൻ പൊള്ളാച്ചിയിൽ പിന്നെ മസാജ് സെന്റർ നടത്തി അവിടുന്ന് പരിചയപ്പെട്ടിട്ട് ഇപ്പം അവൻ ദുബൈയിലേക്ക്. സുഹൃത്തുക്കളെ, വാഹിദാണ് മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച നടിമാരിൽ. അതെ, ശ്വേതാ മേനോൻ, മാളവിക മേനോൻ. അപ്പൊ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്നുള്ളൂ, മസാജ് സെന്റർ പൊള്ളാച്ചിയിൽ നടത്തിയ ഒരാളെ ദുബൈയിലേക്ക്. നമ്മുടെ അനസ്കാന്റെ പുതിയൊരു സ്ഥാപനം ദുബായിൽ സിയാസ്ക് ഉണ്ട്, ഫൈസൽക്ക് ഉണ്ട്. ബാക്കി സർവീസ് ചാർജ് ഒക്കെ 100% ഫ്രീ ആണ് അല്ലേ? അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ പറഞ്ഞ ദുബായ് ജാഫ്ലിയ അൽ അന സെന്റർ. വന്നു ഉഷാറായിക്കണം മക്കളെ. ഔറംഗസീബ്, എന്തൊക്കെയാണ് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല, ഹാപ്പി ആയിട്ട് പോകുന്നു. പെരുമ്പാവൂർ അനസിന്റെ വീഡിയോ വമ്പൻ റീച്ചായി അല്ലേ? സന്തോഷം, ഒരുപാട് പേര് കണ്ടല്ലോ. പെരുമ്പാവൂർ അനസ് നമ്മുടെ വീഡിയോ കണ്ട്, എന്നിട്ട് പെരുമ്പാവൂർ അനസ് നമ്മുടെ വീഡിയോന്റെ കമന്റ് ഇടയിൽ വന്ന് തമ്പനയിലിട്ട് ലൈക്ക് അടിച്ചു പോയി. അതവനെ പറ്റുള്ളൂ, ഇനി തമ്പൊക്കെ ഇടാനേ പറ്റുള്ളൂ, അല്ലാണ്ട് ഇനി ലൈവ് ഒന്നും വരാൻ പറ്റില്ല. എനിക്ക് ലൈവ് വരാൻ പറ്റില്ല. ഇല്ല, അവൻ ലൈവ് വരില്ല. ലൈവ് വന്ന മൊത്തം അതെന്താ കാര്യം? ലൈവ് വന്ന് വരട്ടെ, അവന് അതിനുള്ള ചങ്കുറപ്പും ഇതൊക്കെ ഉണ്ടെങ്കിൽ അവൻ ലൈവ് വരട്ടെ. അനസിന്റെ ദുബായിലെ കണക്ഷൻ ആരാണ്? മലബാർ ഗോൾഡ് ഫൈസൽക്കാരുടെ ഒരു വീഡിയോ, അതായത് മലബാർ ഗോൾഡ്, മലബാർ ഗോൾഡ് ബ്യൂട്ടി മീറ്റ്സ് ക്വാളിറ്റി ഫാഷൻ ജ്വല്ലറി, അതാണ് നിങ്ങൾ പറയണത്. അതിലെ ഫൈസൽക്ക എന്ന് പറഞ്ഞ ഒരു നല്ല മനുഷ്യനാണ്. അതിലെ ഫൈസലിക്ക എന്ന് പറഞ്ഞ ദുബായിലെ ഫൈസലിക്ക. അതെ, ദുബായിലെ ഫൈസൽ. ഞാൻ പറഞ്ഞുതരാം അതിനെ കുറിച്ച്. നല്ലൊരു മനുഷ്യനാണ്, പാവപ്പെട്ടവരെ ആത്മാർത്ഥോട്ട് സഹായിക്കുന്ന ഒരു നല്ലൊരു മനുഷ്യൻ, നല്ല മനസ്സിന്റെ ഉടമയാണ് ദുബായിലെ ഫൈസലിക്ക. ശരിയാണോ? ഉറപ്പായിട്ടും. അദ്ദേഹം ഈ ഗുണ്ടാത്തലവൻ എന്ന് പറയുന്ന പെരുമ്പാവൂർ അനസിന്റെ കൂടെ നിന്നപ്പോ തന്നെ ആൾക്കാർ അദ്ദേഹത്തിനെ കുറെ കളിയാക്കി. നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൽ ഫൈസലിക്ക ഇത്ര ബോധമില്ലേ, ഫൈസലിക്ക മണ്ടനാണോ ഈ പെരുമ്പാവൂർ അനസിന്റെ ഒപ്പം നിൽക്കുന്നത് എന്നൊക്കെ ചോദിച്ച് കുറെ കമന്റ് വന്നു. പിന്നെ ഒരു ടിക്ടോക്ക് താരം അവിടെ ഉണ്ട്, ഹലോ ഞാൻ വാഹിദാണ് എടുത്തിട്ടുണ്ട് അവിടെ. പുള്ളി ഒരു പാവമാണ്, ഞാൻ വേറെ കൊണ്ട് കാര്യം കളയാക്കണല്ലേ വാഹിദ്. പക്ഷെ ഞാൻ പുള്ളിനെ കുറിച്ച് കുറ്റം പറയില്ല. കാരണം അദ്ദേഹം മീൻ മാർക്കറ്റിൽ മീൻ വിറ്റ് നല്ല അന്തസ്സോടെ പണിയെടുക്കുന്ന ഒരാളാണ് വാഹിദ്. അദ്ദേഹവും കാരുണ്യ പ്രവർത്തനമായിട്ടൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്, ഒരുപാട്. അപ്പൊ കുറെ പേര് ചോദിച്ച്, അനുപെട്ടോ വാഹിദ് ഈ കള്ളൻ പെരുമ്പാവൂർ അനസിന്റെ കൂടെ എന്തിനു പോയി? ഇവര് വാഹിദും ഈ പെരുമ്പാവൂർ അനസും കൂടി ഏതാണ്ട് നമ്മുടെ ഈ ചായ കുടിക്കുന്ന സ്ഥലമുണ്ടല്ലോ, അവിടെ ഇരിക്കുന്നു. അനസ് പെരുമ്പാവൂര് കോട്ട് പിന്നെ പാൻറ് ഇതൊക്കെ ഇട്ട് വരുന്നു, അപ്പുറത്ത് വാഹിദ് വരുന്നു, മനസ്സിലായില്ലേ? പിന്നെ അനസിനെ പ്രൊമോട്ട് ചെയ്യണ 2 പേരുണ്ട് അവിടെ. ഒന്ന് മുന്തീർ, പിന്നെ വേറെ ഒരുത്തരുണ്ട് മുഴുവത്തി. എന്റെ വേറെ ഒന്നും എനിക്കറിയാൻ പാടില്ല. ഇവന്മാരെ ടിക്ടോക്കിലൊക്കെ ഇട്ടിട്ട് ഭയങ്കര സംഭവമാണ് പെരുമ്പാവൂർ പറയും. അപ്പൊ ഇവർക്കൊന്നും അറിയാൻ പാടില്ല ഇവൻ ലോകപേടുത്തൂറിയാണെന്ന് എന്നാണ് ആൾക്കാർ എന്നോട് പറഞ്ഞത്. ഈ പെരുമ്പാവൂർ അനസ് സത്യത്തിൽ പേടുത്തൂറിയാണ്. എന്താണ് ഇയാളെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? അപ്പൊ ഈ ദുബായിലുള്ളവരോടൊക്കെ എന്താ പറയുക? ഈ വാഹിദൊക്കെ നല്ലൊരു മനുഷ്യനാണ്, ടിക്ടോക്കും പിന്നെ എന്താ പറയുക, അവരവരുടെ സന്തോഷം കണ്ടെത്തി നടക്കുന്ന ആൾക്കാരാണ്. ഈ മലബാർ ഫൈസലിക്ക്, മലബാർ ഗോൾഡ് ബ്യൂട്ടി മീറ്റ്സ് ക്വാളിറ്റി, ഫൈസലിക്ക നന്മകൾ ചെയ്യുന്ന ആള്. ഫൈസലിക്കാർ നടുക്കുവൻ കയറിയിരിക്കുന്നു. സിനിമാ നടി ശ്വേതാ മേനോൻ, മാളവിക അല്ലേ, പിന്നെ ഫൈസലിക്ക, മലബാർ ഗോൾഡ് ഫൈസലിക്ക, അതിന് നടുക്ക് പെരുമ്പാവൂർ ഗുണ്ടാത്തലവൻ അനസ്. അപ്പൊ ഇവർക്കൊന്നും ഇത്ര ബോധമില്ല, ഇവൻ കള്ള പാസ്പോർട്ടിലാണ് ദുബായിൽ എത്തിയതെന്നും ഒരു കള്ളനെ കൂടിയാണ് ഇവരെല്ലാം നിൽക്കുന്നത്, ഒരു കൊലപാതകനെ കൂടിയാണ് ഇവരെല്ലാം നിൽക്കുന്നത് എന്നുള്ള ബോധമില്ലേന്ന് വെച്ച് കമന്റ് വന്നിട്ടുണ്ടായി. ഈ മലബാർ ഫൈസലിക്കാരോടും പിന്നെ ഈ ടിക്ടോക്ക് നടത്തുന്നവന്മാരൊക്കെ ഉണ്ടല്ലേ ഈ ദുബായിൽ, ഈ അനസിനെ പൊക്കി പിടിച്ചിടക്കണ്ടല്ലോ,
അവരൊക്കെ എന്താണ് പറയാനുള്ളത്? അപ്പൊ എനിക്കൊന്നും പറയാനില്ല, കാരണം എനിക്ക് ആ പെരുമ്പാവൂർ അനസിന്റെ കണക്ഷൻ ഒന്നുമില്ല. ശരിക്കും പറഞ്ഞ ഫൈസൽ മലബാർ ഫൈസൽക്കട വീഡിയോ കണ്ടപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി ഞാൻ. കാര്യം വേറെ ഒന്നും കൊണ്ടല്ല, പുള്ളി ഒരുപാട് നല്ല പ്രവൃത്തികളും ഒരുപാട് കാര്യങ്ങൾ പ്രവർത്തനം ചെയ്യുന്ന ആളാണ്. പക്ഷെ ഇതിലെങ്ങനെ വന്ന് പെട്ട് എന്ന് എനിക്കറിയില്ല. അല്ല, മലബാർ ഫൈസലിക്ക ഇവനായിട്ട് നടന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊരു അബദ്ധം പറ്റിയതായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. മുന്തീർ ഭയങ്കര കഥ പറയുന്ന ആളാണ്. ഫിറോസ് കുന്നംപറമ്പിലെ കമ്പനിക്കാരൻ മുന്തീർ. അപ്പൊ അത് പറഞ്ഞു വേറെ കേസ് പറഞ്ഞു. ഇവരുടെ കൂടെ ഫിറോസ് കുന്നംപറമ്പിലുണ്ടായി, നമ്മുടെ ചാരിറ്റി. എനിക്കറിയാവുന്ന മനുഷ്യനാണ് ഫിറോസ് കുന്നംപറമ്പിൽ പാവപ്പെട്ടവരുടെ തമ്പുരാൻ. ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഫിറോസ് കുന്നംപറമ്പിൽ. എനിക്ക് അറിയാൻ പാടില്ല. പിന്നെ ഈ ഫൈസൽക്കാരുടെ കാര്യം പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈസൽക്ക് അത് അറിയാണ്ട് പെട്ടുപോയതായിട്ട് എനിക്ക് തോന്നിക്കണം. കാര്യം ഞാൻ പറഞ്ഞ തന്നെ ഒരുപാട് ചാരിറ്റി പ്രവർത്തനം ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് മലബാർ ഗോൾഡിന്റെ ഫൈസൽക്ക. ഇത് എന്തോ അറിയാണ്ട് വന്ന് പെട്ടുപോയതോ അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ടുപോയി ചതിയിൽ പെടുത്തിയതോ ആവാം. ഫൈസൽക്ക് ഒരു കാര്യം അറിയിക്കണം, ഇവിടെ കേരളത്തിൽ ഒരുപാട് പേരുടെ ആദ്യം ഗോൾഡ് പൊട്ടുണ്ടായിരുന്നു എയർപോർട്ട് വഴി. എയർപോർട്ടിൽ ഗോൾഡ് പോയി, എയർപോർട്ടിൽ വരെ ഗോൾഡ് കൊണ്ടുവന്നിട്ട് അത് പൊട്ടിക്കുന്ന ഒരു പരിപാടി ഉണ്ട്. തട്ടിപ്പറിക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു, അടിച്ചിട്ടും പോലെ. അത് അനസിന് ആദ്യം അതിന്റെ ചെറിയൊരു പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഗോൾഡ് പൊട്ടിക്കുന്ന പറയും. ഇതില് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ എല്ലാരും തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഈ ഗോൾഡ് മൊത്തം അനസിന്റെ കയ്യിലുണ്ടെന്നും ഈ അനസ് ഇത് മലബാറിന് കൊടുത്തിട്ടുണ്ടെന്നും ആ മലബാർ ജ്വല്ലറി അങ്ങനെയാണ് ബിസിനസ് നടത്തുന്നത് പല ആൾക്കാരും അടുത്ത് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്കറിയാം അനസ് എത്രണ്ണം പൊട്ടിച്ചിട്ടുണ്ടെന്നും അനസ് പൊട്ടിച്ചിട്ട് അത് നിർത്താനും കാരണം എന്താണെന്ന് എനിക്കറിയാം. കാര്യം ഒരിടയ്ക്ക് കാസർഗോഡ് ഭാഗത്തു നിന്നുള്ള ഗോൾഡ് ആയതുകൊണ്ട് അത് പൊട്ടിക്കാൻ പോയതും ആ പൊട്ടിച്ചിട്ടും അത് അവർക്ക് തന്നെ തിരിച്ചു കൊടുത്താണ്. കാര്യം കാസർഗോഡുകാരുടെ അടുത്ത് കളിച്ചിട്ട് കാര്യമില്ല. കാര്യം ആ ഗോൾഡ് അവരത് റിട്ടേൺ കൊണ്ടുപോവുകയും ചെയ്തു. അതിൽ പിന്നെ ആ ഗോൾഡിന്റെ പൊട്ടിക്കുന്ന പരിപാടി അനസ് നിർത്തിപ്പോയതാണ്. കാര്യം എനിക്ക് കൊടുത്ത പണി കിട്ടും എന്നുള്ള വിശ്വാസത്തിലാണ് നിർത്തിയതാണ്. അപ്പോൾ ഫൈസൽക്കാർക്കും മറ്റുള്ളവർക്ക് എനിക്ക് പറയാനുള്ളത്, ഇത് ജസ്റ്റ് ഒരു ഇത്രയും ബിസിനസ്മാനാണെന്ന് എനിക്കറിയാം. ഒന്ന് ജസ്റ്റ് കേരളത്തിലേക്ക് വന്നിട്ട് ജസ്റ്റ് ഒന്ന് അന്വേഷിക്കുക എത്ര ജനങ്ങളെ പറ്റിച്ചിട്ടാണ് അവനവിടെ പോയി നിൽക്കണമെന്നും. ഇനി ഈ പറഞ്ഞിപ്പോ ഓൾറെഡി ഇപ്പോൾ ഫൈസൽക്കാർഡിൽ നിന്ന് എത്ര പൈസ പോയിട്ടുണ്ടെന്നും ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫൈസൽക്കൊന്ന് തിരിഞ്ഞു നോക്കി കഴിഞ്ഞാൽ അറിയാം. പുള്ളി സംസാരിച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളും എല്ലാം വ്യക്തമായിട്ട് എടുത്തു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അല്ലെങ്കിൽ ഫൈസൽക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഇത് മനസ്സിലാവുന്നതാണ് എൻ്റെ വിശ്വാസം. അപ്പൊ ഈ വാഹിദിനോടൊക്കെ എന്താ പറയാനുള്ളത്? ദുബായിലെ പാവപ്പെട്ടവരൊക്കെ ഒന്ന് പറഞ്ഞ് അല്ല, അവര് എനിക്ക് പറയാനുള്ളത്, എനിക്കധികം വലിയ പരിചയമില്ല. ടിക്ടോക്ക് താരം അല്ല മറ്റേ ഇതിലിട്ടിട്ട് എന്താ പറയാ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിട്ടുള്ള ആൾക്കാരാണ്. ഇവരുടെയൊക്കെ ഇതിട്ടൊന്നും ഒന്നും നടാൻ പോണില്ല. അവരിപ്പോ ചായ കുടിച്ചു നോക്കുന്നത് ചീത്തപ്പേരെ വരാനുള്ളൂ. അനസ് പെരുമാറിനിപ്പോ ചായ കുടിച്ചെന്ന് കഴിഞ്ഞാൽ പിന്നെ എന്താ പറയാ, ഇംഗ്ലീഷ് മറ്റേ മലയാളത്തിലൊരു പഴഞ്ചൊല്ലുണ്ട്, എനിക്ക് പറയാൻ ഉദ്ദേശിക്കണില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രക്ക് നിങ്ങളിപ്പം വളരെയധികം മോശമായ പരിപാടിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അവിടെ ബിസിനസ് ചെയ്യാൻ കൂടെ നിൽക്കണ പിന്നെ കുറെ ആൾക്കാരൊക്കെ ഞാൻ കണ്ടായിരുന്നു. അതുപോലെ തന്നെ ശ്വേതാ മേനോൻ എന്ന് പറഞ്ഞ സിനിമ നടിയാണല്ലോ. ഇവർക്കൊക്കെ പൈസ കൊടുക്കുമ്പോൾ ഇവരൊന്നും കാണിച്ചില്ല, അല്ലെങ്കിൽ ഇവരുടെ പരിചയത്തിന്റെ പുറത്തൊക്കെ പോയേക്കും. അപ്പൊ വേറെ ആൾക്കാരൊക്കെ പറയുന്നത് നമ്മുടെ ഷിയാസ് കരീമാണ് ഇവരെ കൊണ്ടുപോയെന്നുണ്ട്. അപ്പൊ അവർക്ക് എന്താ പറയാനുള്ളത്? ഷിയാസ് കരീം എൻ്റെ അടുത്ത് ഇതിനു മുമ്പ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഷിയാസ് കരീം ഓൾറെഡി എനിക്ക് അറിയാൻ പാടില്ല. ഇനി കുറച്ച് കഴിയുമ്പോൾ ഷിയാസ് കരീമിന്റെ കയ്യിലും ഓൾഡൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാര്യം ആരെങ്കിലൊക്കെ തട്ടിച്ചും വെട്ടിച്ചൊക്കെ അനസ് കൊടുത്തു വിടും. അത് 100% ഉറപ്പാണ്. അവനവിടെ നിൽപ്പുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ പ്രവാസി മലയാളികളോട് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ശരിക്കും കരുതി കൂട്ടി നിന്നു. മറ്റേ കൊറോണ വൈറസ് ഇവിടെ വന്നിട്ട് ഒരുപാട് പേര് ചത്തതാണ്. അത് അതോട് ചത്തുപോയെന്ന് വിചാരിക്കാം. ഇത് അതിനും വലിയ കൊറോണ ആണ് അവിടെ വന്ന് നിൽക്കണത്. അനസ് പെരുമ്പാവൂരല്ല, പെരുമ്പാവൂർ നല്ലൊരു നാടാണ്. അനസ് എന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടം. കാര്യം അനസ് വന്ന് നിൽപ്പുണ്ട്, ശ്രദ്ധിക്കുക. നിങ്ങളുടെ കളസം വരെ അടിച്ചുകൊണ്ട് പോകും, നിങ്ങൾ അറിയൂല. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇത് പറയാൻ എന്നെ കൊണ്ട് പറ്റുള്ളൂ. കാര്യം ഒരു 8 വർഷം കൂടെ നടന്നവനാണ് ഞാൻ. മലബാർ ഗോൾഡിന്റെ ഫൈസലിക്കാനോടും ഒരു റിക്വസ്റ്റ്, നമ്മുടെ മുന്തീറിനോടും ഈ ഫിറോസ് കുന്നംപറമ്പിനോടും അല്ലെ? അതെ അതെ. പക്ഷെ ആ വീഡിയോയിൽ ഫിറോസ് കുന്നംപറമ്പിൽ പക്ഷേ ബാക്കടിച്ചാണ് വെച്ചത്, മുമ്പിൽ വന്നില്ല. അത് അന്ന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ മനസ്സിലായിട്ടുണ്ടാവും പുള്ളിയാണ് ഓർത്ത് വന്നേക്കണല്ല. പെരുമ്പാവൂരാണ് ഒരു പരിപാടി ചെയ്തിട്ടുണ്ടെങ്കിൽ പുള്ളി എന്തായാലും വരില്ല. കാര്യം നാട്ടിലെ കുറെ വിഷയങ്ങളും കുറെ കാര്യങ്ങൾ അറിയാവുന്നതാണ്. നമ്മുടെ ഈ വീഡിയോ പോലീസുകാർ കാണുന്നുണ്ട്, നിനക്ക് ഭയമുണ്ടോ? എനിക്കെതിരെ വായിക്കണ സത്യങ്ങൾ മാത്രമേ പറഞ്ഞത്, അതിന് വായിക്കേണ്ട കാര്യമില്ല. അതെ, ബഹുമാനപ്പെട്ട കേരള പോലീസാണ് ഇവിടുത്തെ ആമ്പുളര്, മനസ്സിലായ? തീർച്ചയായിട്ടും. അല്ലാണ്ട് പെരുമ്പാവൂരൻസ് അല്ല. ഇവിടുത്തെ കളിക്കാരാരാ? കേരള പോലീസ്, മനസ്സിലായ? ഉറപ്പായിട്ടും നിനക്ക് മനസ്സിലായ കാര്യമില്ല അതൊക്കെ? ഉറപ്പായിട്ടും മനസ്സിലായ കാര്യങ്ങളാണല്ലോ. അവര് കുറെ ഒക്കെ നിനക്ക് പറഞ്ഞു തന്നല്ലേ മോട്ടിവേഷൻ? തീർച്ചയായിട്ടും. മാറാൻ പറഞ്ഞ് പഴയ പണ്ട് മുതൽ പറയാനാണ്. പിന്നെ അങ്ങനെയായി, അവസ്ഥകൾ എങ്ങനെയായി. ഇനിയിപ്പോ വേറെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും അല്ലേ? ഉറപ്പായിട്ടും ഉറപ്പായിട്ടും. ഇതൊക്കെ വിട്ട് നീ നല്ല രീതിയിലാണ്. പിന്നെ ഈ അനസ് ഇവിടം വിട്ട് പോകാൻ കാരണം എന്താ? അനസ് നമ്മുടെ ഇവിടെ ഈ പെരുമ്പാവൂരിൽ ഇവിടുന്ന് പോകാനുള്ള കാരണം മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളമശ്ശേരി ഫിറോസ് ഖാൻ എന്ന് പറഞ്ഞ ആളുണ്ട്.
കളമശ്ശേരി ഫിറോസിക്ക. ഫിറോസ്ക കുറെ നാള് ജയിലിലായിരുന്നു. അപ്പൊ പെട്ടെന്ന് ജാമ്യം കിട്ടി പുറത്തു വന്നു. പക്ഷെ പുറത്തു വന്ന കാര്യം നമുക്ക് അറിയില്ലായിരുന്നു. എന്തുകൊണ്ടാണ് പുള്ളി ഇവിടുന്ന് പോയെന്നുള്ള കാര്യം എന്ന് വെച്ചാൽ ഒരു ദിവസം രാവിലെ എന്നെ വിളിച്ചിട്ട് പറയണം, മോനെ പെട്ടെന്ന് ബാഗും ഇതൊക്കെ എടുത്തു, നമുക്ക് ഇവിടുന്ന് വേറെ സ്ഥലത്തേക്ക് പോകണം, അതർ സ്റ്റേറ്റ് പോകണം എന്ന് പറയണം. അപ്പൊ ഞാൻ എന്താ അനസ് പറയണം. അപ്പൊ ഞാൻ പറഞ്ഞ എന്താണ് പ്രശ്നം, എന്താണ് കാര്യം എന്ന് ചോദിച്ചു. അപ്പോൾ നീ വേഗം എടുക്കുന്നു പറഞ്ഞു. സാധാരണ പോലീസൊക്കെ പെട്ടെന്ന് വരുമ്പോഴാണ് ചാടി എടുത്ത് വണ്ടി എടുത്തിട്ട് പോകണം. ഞങ്ങൾ ഇവിടുന്ന് വണ്ടി ചാടി കയറി പോയി പകുതി എത്തിയപ്പോൾ എന്ന് പറഞ്ഞാൽ ഫിറോസ് ഇറങ്ങിയിട്ടുണ്ട്, അപ്പൊ നമുക്ക് ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓൾറെഡി ചോദിച്ചത് ഫിറോസ് ഇറങ്ങിയിട്ട് ഇപ്പൊ നിൽക്കണേന് എന്താ കുഴപ്പം, അല്ലാതെ മോനെ അത് നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാണ് തമിഴ്നാട്ടിലേക്ക് ശരിക്കും പോയത്. ഇതാണ് സത്യം. എനിക്ക് ഓൾറെഡി കമ്പനി ഉണ്ട് അല്ലേ. അപ്പൊ ഫിറോസ് ഇറങ്ങിയപ്പോഴാണ് പെരുമ്പാവൂർ പേടിച്ചു. അതെ, അതുള്ള സംഭവമാണ്. അത് വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല, അതുള്ള സംഭവമാണ്. ഉള്ള സംഭവമാണ്. പേടിച്ചു ഓടി നാട്ടുകാർക്കൊത്തറല്ലേ ഇവിടെ വിട്ടുപോയത്. ഫിറോസിനെ പേടിച്ച് ഓടി വിട്ട് അല്ലേ വിട്ടുപോയത്. പുള്ളി ചായ കുടിക്കാൻ വരുമ്പോ വിമിട്ടുകളി. അതെ, പിന്നീട് വന്നിട്ടില്ല കേരളത്തിലേക്ക്. അല്ല, പുള്ളി പറഞ്ഞ് ചായ കുടിക്കാൻ പോയതാ. ഫിറോസൊക്കെ ചായ കുടിക്കാൻ പോയപ്പോ ഇവ പോയി കളഞ്ഞു. അത് സംഭവം അതങ്ങനെയല്ല. അതൊരു ദിവസം പാലാരിവട്ടത്ത് വെച്ചിട്ട് ഒരു ഓൾറെഡി ഞാൻ മനസ്സും കൂടി കാറിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു വണ്ടി ബാക്കിലൊന്ന് ബ്രേക്ക് ഔട്ടി. വേഗം പുള്ളിയോട് പെട്ടെന്ന് വണ്ടി എടുക്കും മോനെന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് വണ്ടി ഇടിപ്പിച്ച് ഞാൻ നല്ല സ്പീഡിൽ നല്ല സ്പീഡിൽ വണ്ടി ഓടിച്ച് നേരെ കാണുന്നത് ഒരു പോലീസ് സ്റ്റേഷനാണ്, പാലാരിവട്ടം പോലീസ് സ്റ്റേഷൻ. മോനെ സ്റ്റേഷനിലേക്ക് കയറ്റാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു സ്റ്റേഷനിലേക്ക് കയറ്റി കേസുള്ളതിലേക്ക് ലോക്കാവില്ല, എന്നാലും കുഴപ്പമില്ലാന്ന് പറഞ്ഞ് സ്റ്റേഷനിലേക്ക് കയറ്റി. സ്റ്റേഷന്റെ സൈഡിലേക്ക് വണ്ടി ഞാൻ ധൃതിയിൽ പിടിച്ച് കയറ്റി അവിടെ വണ്ടി ചവിട്ടിയിട്ട്. അപ്പൊ എനിക്ക് കാര്യം അറിയില്ല. അപ്പൊ എന്താന്ന് വെച്ചപ്പോഴാണ് എടാ ആ വണ്ടിയിൽ ഫിറോസാണ് ഇരുന്നതെന്ന് പറയാനാണ്. ഞാനിപ്പോ ആലോചിച്ചു അതിന് ഇത്രയും സ്പീഡിൽ സ്റ്റേഷനിലേക്ക് പോകേണ്ട കാര്യം എന്താണെന്ന് ഞാൻ ആലോചിച്ചു. കാര്യം എനിക്ക് ഇവർ തമ്മിൽ ദേഷ്യമുള്ളതോ ഒന്നും അറിയില്ല. ഫിറോസ്കാർക്ക് എന്തായാലും ഒരു ശത്രുവായ ആളായിട്ട് എനിക്ക് തോന്നാനുള്ള അനുസരിച്ച് ഫിറോസിന് ശത്രുവാണ് ഒരിക്കലും അല്ല. ഒരു ക്വാളിറ്റി വെച്ച് പറയാനില്ല. എന്ന് വെച്ചാൽ ഫിറോസ് അതൊരു ശത്രുവായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഹാരിസിന് ഈ പെരുമ്പാവൂർ അനസിന് പേടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ അന്നൊരു ഒരുപാട് കേസുണ്ട്. കുറെ തമിഴന്മാർ അവിടെ നിന്ന് ഇങ്ങനെ പണിയാനൊക്കെ വന്ന് പോയി. അന്ന് ഇവിടെ ആത്മാർത്ഥമായിട്ട് കുറെ പിള്ളേർ കൂടെ ഇപ്പം നിൽക്കുന്നുണ്ടായിരുന്നു അന്ന സമയത്ത്. അന്ന് അവരെ പണി നടക്കാണ്ട് വിട്ടു പോയതാണ്. അത് ചലിക്കോട്ട ഹാരിസാണ് കൊണ്ടുവന്നതെന്നുള്ളത് പിന്നീട് അറിഞ്ഞ് അതിൽ പിന്നെ ചലിക്കോട്ട ഹാരിസിന്ന് ഹാരിസിന്ന് പേര് കേൾക്കുമ്പോൾ തന്നെ പുള്ളി പല സ്ഥലങ്ങളിൽ നിന്ന് പല ഇതിലും വർക്ക് എടുക്കുമ്പോഴും ഹാരിസാണ് ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ പുള്ളി അപ്പൊ തന്നെ അവിടെ വിട്ടു പോകാറുണ്ട്. ഈ ഹാരിസിന്റെ പേരിട്ടപ്പോ വിറവലും പനിയും ശരിയാണ്. ഹാരിസിന് ശരിക്കും പേടിയായിരുന്നു. ഹാരിസിന്റെ പേരിട്ടപ്പോ വിറവലും പനിയും അല്ല, ചെറിയ പനിയൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ഹോസ്പിറ്റലൊക്കെ ഇവിടെ ആയിരുന്നു. പിന്നീട് അറിയണത് ഇങ്ങനെ പേടിച്ചാണ് മരിച്ചത്. തമ്മനം ഫൈസലും ബായി നസീറും കൂടി ഈ പെരുമ്പാവൂർ അനസിനെ എന്തൊരു കേസിന് വിളിപ്പിച്ച്, അത് ശരിയാണോ? അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതൊരു ഇവിടുന്ന് പോണതിന് മറ്റേ പൊള്ളാച്ചിയിൽ പോണതിന് മുമ്പ് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒരു സ്ഥലത്തേക്ക് വിളിച്ച് സംസാരിക്കാൻ വിളിച്ചിട്ട് ഞാൻ പല സ്ഥലങ്ങളിൽ പല ഡയലോഗ് ഇട്ടടിക്കുന്ന അറിഞ്ഞിട്ടാണ് വിളിപ്പിച്ചത്. അങ്ങനെ വിളിച്ചിട്ട് പൈസയിലെന്തോ കയറി പിടിക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് വാണിംഗ് കൊടുത്ത് ഇവിടെ നിൽക്കരുത് വാണിംഗ് കൊടുത്താണ് ഇവിടുന്ന് വിട്ടത്. ആ ഒരു ഹോട്ടലിൽ വെച്ചായിരുന്ന സംഭവം. അപ്പൊ തമ്മനം ഫൈസല് ആയിട്ട് ഇയാള് സീനാണപ്പോ? അന്നൊരു വയസ്സിൽ അങ്ങനെ സീനായിട്ട് തോന്നിയെന്ന് എനിക്കറിയില്ല. എനിക്ക് വയസ്സിൽ അറിയത്തോളം അത് സീനായിട്ട് തോന്നിയല്ല. മൈൻഡ് പോലും ചെയ്തിട്ടുണ്ടാവില്ല കാര്യം. അന്ന് എതിരെയാണ് ഫൈസലിന്റെ എതിരെയാണ് വരുമ്പോൾ ഫൈസൽ അല്ല അനസെന്ന് എനിക്ക് തോന്നണില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അനസ് ഈ പറഞ്ഞ ഫൈസലിന് പറ്റിയൊരു ശത്രുവല്ല. ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് പോയിട്ട് പൊള്ളാച്ചി പാലസിൽ വെച്ചെടുത്ത് പാലസ് എന്ന് പറഞ്ഞാൽ തന്നെ പറഞ്ഞത് ഇവിടെ വെച്ചൊരു ട്രേഡ് കമ്പനി പുള്ളി തുടങ്ങാന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തു. അത് അതിന് തന്നെ കൂട്ടത്തിലുള്ളവരുടെ ഫണ്ടൊക്കെ ഞാൻ കഴിഞ്ഞാൽ പറഞ്ഞായിരുന്നു. കൂട്ടത്തിലുള്ള ഫണ്ടൊക്കെ മേടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ പുറത്തുനിന്ന് ഞങ്ങളെ കൊണ്ട് ഫണ്ട് മേടിപ്പിച്ചു തുടങ്ങി. ഇൻവെസ്റ്റ് ചെയ്ത് ആഴ്ചയിൽ കൊടുക്കാം, മാസത്തിൽ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം പുള്ളി അത് ആതിര എന്ന് പറഞ്ഞൊരു പെണ്ണുണ്ട്, പാലസിലൊക്കെ ഇടയ്ക്ക് വന്ന പെണ്ണാണ്. പുള്ളിയുടെ ആ മറ്റേ ജനതാ റോഡുണ്ട്. ജനതാ റോഡിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നുണ്ട് അവിടെ. എന്നുവെച്ചാൽ അവളുടെ അക്കൗണ്ടിലേക്കാണ് ഈ ഫണ്ട് കംപ്ലീറ്റ് പോയിക്കൊണ്ടിരുന്നത്. പലവട്ടം ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട് അവളുടെ അക്കൗണ്ടിൽ പോകണം, അവളുടെ അക്കൗണ്ടിൽ പോകണം, അത് വേറെ എന്തെങ്കിലും എല്ലാവരും കോമൺ ആയിട്ട് ഇട്ടാൽ പോരെന്ന്. എത്ര രൂപ പോയിട്ടുണ്ട്? എൻ്റെ അറിവിലൊരു ഞങ്ങളുടെ നിന്ന് മാത്രം ഒരു 3 കോടി രൂപയോളം 2.5-3 കോടി രൂപയോളം പോയിട്ടുണ്ട്. 3 കോടി? 3 കോടി. ഈ 3 കോടി ആര്? 3 കോടി എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ അവിടെ വെച്ചിട്ട് മമ്മാരിക്കട കാശ് കുറെ ഉണ്ട്. അതെ, ഓടക്കാലി റഹീം എന്ന് പറഞ്ഞ പിന്നെ അതുപോലെ ഓടക്കാലി തന്നെയുള്ള ഒരു 10 പേരോളം അവരുടെ പൈസ പോയിട്ടുണ്ട്. പിന്നെ കുറെ നമ്മുടെ കൂട്ടത്തിലുള്ള പിള്ളേരുടെ തന്നെ ഒരുപാട് പൈസ പുറത്തുനിന്ന് ആളുകളുടെ ബന്ധങ്ങൾ വെച്ചിട്ട് ഒരുപാട് പൈസ പോയിട്ടുണ്ട്. ഇതെല്ലാവരും കൂടി പിന്നെ അതുപോലെ തന്നെ പല MCT ഫൈസല് അവർക്ക് MCT ഫൈസലിൽ നിന്ന് പൈസ മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അഡ്വാൻസ് ആളുകളിൽ നിന്ന് മേടിക്കും. ഈ അഡ്വാൻസ് മേടിച്ച കാശും എല്ലാം കൂടി ഇതിലേക്ക് ഇടാന്ന് പറഞ്ഞ് ഇട്ട് മറിച്ച് ഇത്ര ഫണ്ട് അയക്കണത്. ഈ ഫണ്ടെല്ലാം കൊണ്ട് ഇവളുടെ കയ്യിൽ കൊണ്ടുപോയിട്ടിട്ട് ഇവള് ഇത് ശരിക്കും പറഞ്ഞ അനസും ഈ ആതിര എന്ന് പറഞ്ഞ ടൈപ്പാണ്.
ഈ അസീപ്പ് ഈ അടുത്തൊരു ആതിരാക്ക് ഈ അനസിന്റെ വീടിന്റെ തൊട്ടിപ്പുറത്തെ വീട് എന്ന് വെച്ചാൽ അനസിന്റെ അസീക്ക ചേട്ടനുണ്ട്, അസീക്കയുടെ തൊട്ടിപ്പുറത്തെ ഒരു വീട് വരെ ഇവക്കടെ പേരിൽ എഴുതിയേക്കുന്നത്. ആ ഫണ്ട് എന്തിനു ഉപയോഗിച്ചു കേരള പോലീസ് ശരിക്കും അന്വേഷിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സത്യങ്ങൾ പുറത്തു വരും. കേരള പോലീസ് ഒന്നും അന്വേഷിക്കാത്തത് അല്ല, കേരള പോലീസിന് ഈ കാര്യങ്ങളൊന്നും അറിയില്ല. ഓൾറെഡി ഇപ്പൊ ഞങ്ങൾ ഓൾറെഡി മുഖ്യമന്ത്രി ഉൾപ്പെടെ SP മുതൽ എല്ലാവർക്കും ഓൾറെഡി കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അനസിന്റെ ചേട്ടൻ അസി ഉണ്ട്. അനസും അസി അറിയാതെ ഒരു സംഭവം നടക്കില്ല. കഴിഞ്ഞ എപ്പിസോഡിൽ കുറെ ആൾക്കാർ കമന്റ് വിട്ടു, അനസിന്റെ ജ്യേഷ്ഠൻ അറിയാതെ ഒരു കളി നടക്കൂല, അനസിന്റെ മൊത്തം കാശ് അല്ലെങ്കിൽ അനസ് തട്ടിപ്പറിച്ചു കൊണ്ടുവന്ന കാശെല്ലാം അസിയുടെ കയ്യിലാണ്, അസിയാണ് നേതൃത്വം എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ ശരിയാണ്, സത്യമാണ്. അസി എന്ന് പറഞ്ഞ എല്ലാവരുടെ മുമ്പിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വൈറ്റ് ആൻഡ് വൈറ്റ് ആണ്. പുള്ളി ഒരു പാർട്ടി ലെവലിൽ നിൽക്കുന്ന ആളാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളുടെ മുമ്പിൽ നല്ലൊരു പേര് വെക്കണം. പക്ഷെ അസിയുടെ ശരിക്കുള്ള മുഖം കണ്ടേക്കണ ഞാൻ നിങ്ങൾ കുറച്ച് പേര് ആൾക്കാരുണ്ട്. കാര്യം അസി ആരാണ് എന്താണെന്നുള്ളത് അറിയാവുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എന്ത് പരിപാടി നടത്തണ്ടോ ആ പരിപാടിയുടെ പിന്നിലെല്ലാം അസി ഉണ്ടാവും. അസിയാണ് എല്ലാത്തിനും ചുക്കാൻ പിടിക്കുന്ന ആള്. എന്നിട്ട് എല്ലാവരും ഒരു മാന്യനായിട്ട് നിൽക്കും. ഈ ആതിര എന്നുള്ള പെങ്കൊച്ചി അവിടെ വന്നപ്പോഴും എല്ലാ കാര്യങ്ങളും വന്നപ്പോഴും ഇത് ശരിക്കും ഒരു ബിനാമിനോ ലെവലിലാണ് ആതിരയെ നിർത്തിയേക്കുന്നത്. ഈ ആതിരനെ പറ്റി കേരള പോലീസിന് അറിയാമോ? കേരള പോലീസിന് വ്യക്തമായിട്ട് അറിയില്ല എനിക്ക് തോന്നുന്നത്. കാര്യം അതിനെപ്പറ്റി ഒരു അന്വേഷണം നടത്തിയാൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ തെളിയാനുണ്ട്. ഒരുപാട് ഫണ്ട് ഇപ്പൊ ഞങ്ങളുടെ ഫണ്ടിന്റെ കാര്യം മാത്രമേ ഉള്ളൂ. വിളിപ്പിക്കും. ഓൾറെഡി നമ്മൾ കംപ്ലൈന്റ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. പൈസ അതുപോലെ തന്നെ ഹബീബ് എന്ന് പറഞ്ഞ ആളുണ്ട്. ഹബീബ് അവൻ ഓൾറെഡി ഇപ്പൊ പൊള്ളാച്ചിയിലാണ് താമസിക്കുന്നത്. അവന്റെ പേര് അക്കൗണ്ടിലേക്കും ഒരുപാട് പൈസ പോയിട്ടുണ്ട്. പരാതി ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. പിന്നെ കമ്മീഷണർ, എല്ലാവരും മുഖ്യമന്ത്രിക്ക് വരെ കൊടുത്തിട്ടുണ്ട്. നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ കൊറോണയിലുള്ള അജി എന്ന് പറയും. അജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഇതില് GST തട്ടിപ്പ് പുള്ളി നടത്തിക്കൊണ്ടിരിക്കണേ ഓൾറെഡി. GST തട്ടിപ്പാ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഒരാളുടെ പേരിലേക്ക് ഒരു അക്കൗണ്ട് എടുത്തിട്ട് അവനൊരു 1000-10,000 ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവന്റെ അക്കൗണ്ടിൽ നിന്ന് മറ്റേ ഫ്ലൈവുഡും കാര്യങ്ങളൊക്കെ GSTയിൽ പൈസ അടക്കാണ്ട് കയറ്റിവിടും. അപ്പൊ അടച്ചിട്ടില്ല, GST പൈസ അടച്ചില്ല. ഒരുപാട് എന്ന് വെച്ചാൽ കോടികളാണ് അതിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഓൾറെഡി ചില ഉദ്യോഗസ്ഥന്മാർക്ക് കൈക്കൂലി കൊടുത്തും അങ്ങനെയൊക്കെയാണ് പുള്ളി ഓൾറെഡി ആൾക്കാരോട് പറയുന്നത്. ഈ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ അജിയുടെ പേരിലും ഈ ഫണ്ട് വന്നിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കിട്ടിയ റിപ്പോർട്ട്. ഷാജി പാപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പൊള്ളാച്ചിയിൽ വെച്ചാണ് ഞാൻ പുള്ളിനെ ഒരു തവണ കണ്ടേക്കണത് ഫസ്റ്റ്. അവിടെ മറ്റേ മസാജ് സെന്ററും പെണ്ണ് ബിസിനസ് ഉള്ള ഒരാളാണ് ഈ ഷാജി പാപ്പൻ എന്ന് പറഞ്ഞത്. പെണ്ണ് ബിസിനസ് പെണ്ണ് എന്ന് വെച്ചാൽ പിമ്പ് കൂട്ടുകുടുപ്പാരെന്ന് പറയും. ഓൾറെഡി ഷാജി പാപ്പൻ ദുബായിലാണ്. അനസ് ഇവിടുന്ന് ഉണ്ടാക്കുന്ന ആകെ ഒരു വ്യക്തി ഷാജി പാപ്പനാണ്. അനസ് ഇപ്പൊ ഷാജി പാപ്പനെ ദുബായി പോയേക്കണത്. അപ്പൊ ഓൾറെഡി അവിടെ എന്തൊക്കെയുണ്ടെന്ന് മനസ്സിലാക്കാവുന്ന സാമാന്യ ബോധമുള്ള ആളുകൾക്ക് മനസ്സിലാവും ഷാജി പാപ്പൻ എന്താണ് അനസ് കൊണ്ടുപോയേക്കണെന്ന്. ഈ ഷാജി പാപ്പൻ എവിടത്തെ ആളാ? അത് പെരുമ്പാവൂരുള്ളതാണ്. ഷാജി പാപ്പൻ ഒറിജിനൽ പാസ്പോർട്ടാണോ? ഷാജി പാപ്പന് റേഷൻ കാർഡ് ഉള്ളതായിട്ട് എനിക്കറിയാമായിരുന്നു. പാസ്പോർട്ടിന്റെ കാര്യം ഇനിയിപ്പോ റേഷൻ കാർഡ് വെച്ച് പോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്റെ അറിവിൽ അതില്ല. ബൈക്കിന് അതും കള്ള പാസ്പോർട്ട് ആവാനേ വഴിയുള്ളൂ. അപ്പൊ അതും പോലീസുകാർ ചെക്ക് ചെയ്യൂ. അത് ഉറപ്പായിട്ടും. ഇതിന്റെ പുറകെ നല്ലൊരു അന്വേഷണം നടത്തിയാൽ തന്നെ ഒരുപാട് കേസുകൾ കുത്തിപ്പൊങ്ങാനുണ്ട്, ഒരുപാട് പേര് പിടിക്കാനുണ്ട്. അല്ല, ഇതിന്റെ പുറകിൽ ഇപ്പൊ നല്ലൊരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉറപ്പായിട്ടും. ഈ പാവപ്പെട്ട കുറെ പിള്ളേർക്ക് ഇത് അറിയില്ല. അതെനിക്ക് പറയാനുള്ളത്, കുറെ ഫാൻസ് എന്നും പറഞ്ഞ് കുറെ ഗ്രൂപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഫാൻസ് അതിൽ ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ അനസ് തന്നെയാണ് ആ ഗ്രൂപ്പ് ഉണ്ടാക്കിയേക്കുന്നത്. ഈ ഫാൻസാ അനസ് തന്നെ പറഞ്ഞിട്ടാണ് ആ ഗ്രൂപ്പ് തുടങ്ങിയത്. അതിൽ പിള്ളേരോട് ഒരു കാര്യം പറയാനുണ്ട്. അനസ് തന്നെ ഫാൻസ് ഗ്രൂപ്പ് ഉണ്ടാക്കും. കാര്യം അനസിന്റെ ഒപ്പം 9 വർഷം 8 വർഷം. ഞാൻ കാര്യം ചോദിക്കട്ടെ, ഈ അനസ് തന്നെയാണോ ഫാൻസ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത്? പുള്ളി ഉണ്ടാക്കി വെച്ചോക്കോ? അല്ല, പുള്ളി ഉണ്ടാക്കാൻ പറയുന്നതിനാ. അതുപോലെ തന്നെ അവരുണ്ടാക്കാൻ പറഞ്ഞ ആ പിള്ളേരോട് ഒരു കാര്യം എനിക്ക് പ്രത്യേക റിക്വസ്റ്റ് പറയാനുള്ളത്. കാര്യം 8-9 വർഷമായി പുള്ളിയുടെ ഒപ്പമുള്ള ആൾക്കാരാണ് ഞങ്ങള്. പലവരും എന്നെ പോലെ പറയാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ട് പറയാനുള്ള ഒരു കുറെ വിഷയങ്ങളും ചിലപ്പോൾ ഇതൊക്കെ കാരണം പറയാണ്ടിരിക്കുന്നതാണ്. കാര്യം എന്നിലൂടെ മറ്റുള്ളവർക്ക് വേണ്ടി പറയാൻ സാധിച്ചതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മനസ്സിന്റെ വീഡിയോയില് കല്യാണത്തിനൊക്കെ പോകുമ്പോൾ തിരക്കിട്ട് പിള്ളേര് സെൽഫി എടുക്കുന്നത്. സത്യം, ഞാനിപ്പോ എന്താ പറയാ, നല്ലൊരു മാസമായിട്ട് സത്യം പറയുന്നത്, ആ ഫോട്ടോ എടുക്കാനായിട്ട് തിരക്കിടുന്ന പിള്ളേര് വരെ നമ്മൾ കൊണ്ടുപോകുന്ന പിള്ളേരാണ്. അവരവിടെ ചെല്ലുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കും, അടുത്ത് വരുമ്പോൾ മനസ്സടുത്ത് വരുമ്പോൾ ചാടി കയറി തിരക്കിട്ട് ഫോട്ടോ എടുക്കുമ്പോനെ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പറഞ്ഞ പിള്ളേരാണ്. പെരിന്തൽമണ്ണ ഉള്ളൊരു കല്യാണത്തിന് ഒരു പയ്യൻ ഫോട്ടോ എടുക്കാൻ വൈകിട്ട് അവനിക്ക്
അത് കഴിഞ്ഞതിന് ശേഷം കുറെ ചീത്ത പറഞ്ഞ കേട്ടോ. അപ്പൊ ഞാൻ ചോദിച്ചപ്പോൾ അവനാ കറക്റ്റ് ടൈമിൽ ഒന്നും എടുത്തില്ല. അപ്പൊ എനിക്ക് നാണക്കേടായില്ല. അവരെന്താ വിചാരിക്കണേ, ഇനി ഇവിടെ ഇപ്പോൾ ഫോട്ടോ എടുപ്പ് കുറവായി പോയില്ല മോനെ, പ്രവർത്തനങ്ങൾ നടക്കണില്ല ഇപ്പൊ. അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് പുള്ളിയുടെ മെയിൻ. അങ്ങനെയാണ് മൊത്തം. അപ്പൊ പുള്ളി എന്തൊക്കെ ചെയ്യിക്കോ? പുള്ളി എന്നെയൊക്കെയാണ്, വേറെ ആര് ചെയ്യാനാ? അല്ലെ പെരുമ്പാവൂരൻസ്, ഞാൻ പല കല്യാണ വീട്ടിൽ പോകുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, ഈ പെരുമ്പാവൂരൻസ് കൂളിംഗ് ഗ്ലാസ് വെച്ച് വെള്ളയും ഇട്ട് കാറിൽ നിന്ന് ഇറങ്ങുന്നു, ഓടി കാറിൽ നിന്ന് ഇറങ്ങുന്നു, നേരെ ചെല്ലുന്നു. അതുപോലെ അബദ്ധങ്ങൾ പലതും പറ്റിയിട്ടുണ്ട്. കല്യാണം വിളിക്കാത്ത കല്യാണത്തിന് അത് സംഭവം എന്ന് വെച്ചാൽ ഒരു കല്യാണം ഒരു കൂട്ടുകാരൻ ഒരു ഗ്രൂപ്പിലിട്ട് പുള്ളി വേഗം പറഞ്ഞു നമുക്ക് ആ കല്യാണത്തിന് പോകണമെന്നും പറഞ്ഞുകൊണ്ട് റെഡിയായി കല്യാണം വീട്ടിൽ ചെന്ന്. കല്യാണം വീട്ടിൽ ചെന്നതിന് ശേഷം അവിടെ ചെന്നപ്പോഴാണ് അവരാണ് ചോദിക്കുന്നത് ഇത് ആരാന്ന് ചോദിക്കുന്നത്. അവരോട് ചെക്കനെ കയറി വേണ്ടെന്ന് വിചാരിച്ചു, മണവാളം മാറിപ്പോന്ന് വിചാരിച്ചപ്പോഴാണ് പറഞ്ഞത് ഇങ്ങനെ കല്യാണം വിളിച്ചപ്പോൾ നിങ്ങളൊന്നും കല്യാണം വിളിച്ചില്ല, ഇത്ര പേര് കയറി വന്നതെന്ന് ചോദിച്ചിട്ട് അന്നൊരു ശരിയും പറഞ്ഞത് നാണക്കേടുണ്ടായി. അത് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളി എന്ന് പറഞ്ഞാൽ കൂട്ടത്തിലുള്ളവർക്കിട്ട് പണിയിലാണ് പുള്ളിയുടെ മെയിൻ പണി. കൂട്ടത്തിൽ നിൽക്കുന്ന ആളുകൾക്ക് പണി കൊടുക്കുക എന്നുള്ളതാണ് പുള്ളിയുടെ ഇത്. അത് തമ്മിൽ പണിയിപ്പിക്കുക എന്നുള്ളതാണ് പുള്ളിയുടെ മെയിൻ ഗെയിം. അല്ല, ഓപ്പറേറ്റ് ചെയ്യും. ഇതുപോലെ തന്നെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള പേര് പറയാൻ ആണെങ്കിൽ ഞാൻ പറയാണ്, നിഷിൽ എന്ന് പറഞ്ഞ ആൾക്ക് കൂട്ടത്തിൽ തന്നെ ഒരുപാട് വർഷങ്ങളായിട്ടുള്ള, അതുപോലെ തന്നെ ഇബ്രൂക്ക, അതുപോലെ തന്നെ ഒരു 3-4-5 പേരുണ്ട്. അപ്പൊ എല്ലാവരും പേര് എനിക്ക് വെണ്ണില്ല. ഇബ്രൂക്ക, നിഷിലൊക്കെ ആത്മാർത്ഥത്തോട് കൂടെ അതെ തന്നെ ആദ്യം മുതലുണ്ടായിരുന്ന പുള്ളി. അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് ഇല്ലില്ല, ഒരു നേരത്തെ തന്നെ അവർ മാറിപ്പോയ ആൾക്കാരാണ്. അവർക്കൊക്കെ പുള്ളി പണി കൊടുക്കാനായിട്ട് പ്ലാനിട്ട് അതുപോലെ പണികൾ സെറ്റ് ചെയ്ത് വെച്ചാണ്. പണികൾ സെറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന ഒരു വെട്ടുകുത്തു കൊടുക്കാനല്ല ഉദ്ദേശിച്ചത്. പുള്ളി തൊട്ടടുത്ത കടയിൽ നിന്ന് പേപ്പർ മേടിക്കും, രാത്രി നിന്ന് സ്കെച്ച് വരക്കും. റൂട്ടിൽ കൂടി വരുമ്പോ ഇന്ന റൂട്ടിൽ പണിയണം, ഇന്ന സൈഡിൽ കൂടി വരുമ്പോ ഇതിൽ അറ്റാക്ക് ചെയ്യണം മോനെ എന്നൊക്കെ പറഞ്ഞ് സ്കെച്ച് വരക്കും. സ്കെച്ച് വരച്ചുകൊണ്ടൊരു ഗുണം എന്തായാലും ഉണ്ടായി. തൊട്ടടുത്തുള്ള കടക്കാരന്റെ അടുത്താണ് പേപ്പർ മേടിച്ചുകൊണ്ടിരുന്നത്. 500-600 പേപ്പർ മേടിക്കും. അയാൾ തൊട്ടടുത്ത് നല്ല വീടൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ വരാണ് കാര്യം. ഇന്ന പണി കൊടുക്കണം, ഇന്ന പണി കൊടുക്കുന്ന സ്കെച്ച് വരാണ് എല്ലാവർക്കും. പുള്ളി ആദ്യത്തെ പണി റെഡിമെയ്ഡ് ഷോപ്പിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് പെരുമ്പാവൂരിലുള്ള റെഡിമെയ്ഡ് ഷോപ്പില്. അന്നൊന്നും എനിക്ക് തോന്നുന്നത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും പുള്ളിക്ക് ഉണ്ടായിരുന്നില്ല. ഇടയ്ക്ക് എന്തോ ഗുളിക മാറി കഴിച്ചിട്ടുള്ള പ്രശ്നമാണ് എനിക്ക് തോന്നുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പേരെ പറ്റിച്ച്, ഇത്രയും പേരെ മോചിച്ച്, ആ ഭാഷ ശരിയല്ലാന്ന് എനിക്കറിയാം, എന്നാലും പറയാനായിട്ട് ഇരിക്കുകയാണ്. ഇത്രയും പേരെ പറ്റിച്ചിട്ട് പോയ പുള്ളി ഇനി ഉറപ്പായിട്ട് കുറച്ച് കളയുമ്പോൾ അനൂപിനെ കേൾക്കാൻ പറ്റും. ഗൾഫ് മലയാളികൾക്ക് പണി കൊടുത്ത് പുള്ളി എന്തായാലും ഇനി ഇങ്ങോട്ട് വരാൻ പറ്റൂല. അത് തന്നെയല്ല യൂറോപ്യ അവിടെ എല്ലാവരും പോയിട്ട് പിന്നെ അവിടെ നല്ല പണി കിട്ടി അവിടെ കിടന്നിട്ടുണ്ടാവും. അല്ല, ദുബായില് പെരുമ്പാവൂരൻസ് ഇരിക്കുമ്പോ ഇപ്പൊ പെരുമ്പാവൂരൻസ് ദുബായിലാണല്ലോ. ഇപ്പൊ പെരുമ്പാവൂരൻസിനെ കുറെ പേര് വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കേണ്ടി ഇവിടുത്തെ കുറച്ച് ആൾക്കാരെ, പെരുമ്പാവൂരൻസിന്റെ കുറച്ച് ടീംസ് ഒക്കെ ഉണ്ടാവില്ല. ഞാൻ അടുത്ത കാര്യം അവരുടെ പുറകെ പോലീസുകാരുണ്ടെന്നാണ് ഇപ്പൊ ഞാൻ അറിഞ്ഞത്. അത് ശരിയാണോ? അതെ. ഗ്രൂപ്പുകൾ പണ്ട് ഇതിന് മുമ്പ് ഗ്രൂപ്പുകളുടെ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഗ്രൂപ്പിൽ എല്ലാവരും പോലീസ് വിളിപ്പിച്ചു വിട്ടതാണ്. ഇപ്പോഴും ആ ഗ്രൂപ്പ് എടുക്കുന്ന പിള്ളേരോടൊക്കെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വെയിറ്റ് ചെയ്യും. നിങ്ങളെ തന്നെ പോലീസുകാർ വിളിക്കും 100% ഉറപ്പാണ്. കാര്യം അത്ര ഒരുപാട് ആൾക്കാരെ പറ്റിച്ചും മുഞ്ചിച്ചാണ് പോയേക്കണത്. പെരുമ്പാവൂരുള്ള ഒരു കോൺഗ്രസ് നേതാവിന്റെ അനസിനെ കാണാൻ ദുബായിൽ പോയെന്ന് പറഞ്ഞ് കുറെ പേര് ഫേസ്ബുക്കിലും പിന്നെ ഈ പറഞ്ഞ വാട്സാപ്പിലൊക്കെ ഇട്ടിട്ടുണ്ടായി. അത് ശരിയാണോ സംഭവം? അല്ല, ആ ഫോട്ടോസ് ഞാനും കണ്ടായിരുന്നു. അപ്പൊ അങ്ങോട്ട് ഒരു കോൺഗ്രസ് നേതാവാണ് പുള്ളി പെരുമ്പാവൂരിലെ. ഞാനൊരു കാര്യം, പെരുമ്പാവൂരിലെ നേതാവാണ് പുള്ളി. അതെ. ചിലപ്പോ പുള്ളിക്ക് അനസായിട്ട് ബന്ധമുണ്ടാവും. കാരണം ഈ ഉണ്ടായിസൊന്നുമല്ല, പുള്ളി നേതാവാണല്ലോ. അതുപോലെ തന്നെ ആ ഫോട്ടോ തന്നെ ഞാൻ വേറൊരാളെ കണ്ടായിരുന്നു. മറ്റേ ഇവിടെ ഒരു വ്യവസായി, നസീർ എന്ന് പറഞ്ഞ ഒരു വ്യവസായി. അവിടുത്തെ ഒരു നല്ല കൊള്ളാവുന്ന വ്യവസായിയാണ്. അല്ല, ഒരു കാര്യം ഞാൻ പറയട്ടെ. ഈ പറയുന്ന രണ്ടുപേരും പെരുമ്പാവൂരുള്ളതാണ്. ഈ അനസും പെരുമ്പാവൂരുള്ളതാണ്. അപ്പൊ അങ്ങനെ കാണാനല്ല. അല്ല, ഒരു കാര്യമുണ്ട്. ഈ അനസിന് അവിടെ ബിസിനസ് ഞാൻ ഓൾറെഡി ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പെണ്ണ് ബിസിനസ് ഉണ്ട്. അതിനാണ് ഷാജി പാപ്പനോടെ കൊണ്ടുപോയിരിക്കുന്നത്. കാര്യം പുള്ളിയുടെ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് അറിയാവുന്ന ആളാണ് ഞാൻ. കാര്യം ഇപ്പൊ എല്ലാവരും അനസിനെ വിട്ടു പോയ സമയത്ത്, എല്ലാ ആൾക്കാരും വിട്ടുപോയ സമയത്ത് അവസാനം വരെ ലാസ്റ്റ് എൻഡ് ഉണ്ടായ കൂടെ ഉണ്ടായിരുന്ന ആളാണ് ഞാൻ. എനിക്ക് അനസിനെ കുറിച്ച് അറിയാവുന്നിടത്തോളം ഒരാൾക്കും അനസിനെ കുറിച്ച് അറിയില്ല. അത് 100% ഉറപ്പാണ്. ഞാൻ വ്യക്തമായിട്ട് പറയണത്, അനസിനെ എനിക്ക് അറിയാവുന്നിടത്തോളം ഈ അവസാനം വരെ ഈ നമ്മുടെ ആദ്യത്തെ വീഡിയോ ഇറങ്ങിയപ്പോൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. മോനെ എന്താണ് നീ ഇങ്ങനെ കാണിക്കണത്, എന്നെ ഇങ്ങനെ അനസ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അനസ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ എന്തെങ്ങനെ കാണിക്കണത്, എനിക്ക് എന്നെ ഇങ്ങനെ നാണം കിടത്തലടാ, ഇനി എന്റെ അവസ്ഥ അറിയാലോ, എനിക്കിപ്പോൾ ആകെ ഞാൻ പെട്ടിരിക്കുന്ന അവസ്ഥയാണ് എന്നുള്ള രീതിയിൽ എന്നോട് സംസാരിച്ച്. ഞാൻ പറഞ്ഞത് ഞങ്ങൾക്കും ജനങ്ങൾക്കും കൊടുക്കാനുള്ള പൈസ, ഞങ്ങളുടെ കെയർ ഓഫിൽ മേടിച്ച പൈസ കൊടുക്കാനുള്ളവർക്ക് കൊടുത്തോട്ടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ എന്തെങ്കിലും കാണിച്ചിട്ട് ഏതെങ്കിലും വഴി പോയി ജീവിക്കട്ടെ. നമുക്കാരും ഉപദ്രവിക്കണമെന്നൊന്നുമില്ല. പക്ഷെ നമ്മളെ പറ്റിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മളെ ഇതിലേക്ക് ഇതാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഫണ്ട് മുഴുവൻ അനുസരിച്ച് കൊടുക്കട്ടെ.
അതുപോലെ തന്നെ ഞാൻ വേറൊരു കമന്റ് കണ്ടു, പെരിന്തൽമണ്ണ മമ്മാലിക്കാടെ പൈസ മൂഞ്ചിച്ച് പോയി, അങ്ങനത്തെ ഒരു കമന്റ് കണ്ടു. ഈ പെരിന്തൽമണ്ണ മമ്മാലി അത് നമ്മുടെ എം ഗ്രൂപ്പ് മമ്മാലി നമ്പറാണ് നമ്മുടെ അതിലോട്ടൊക്കെ വന്നത്. എം ഗ്രൂപ്പ് മമ്മാലിനെ തൊട്ട് കളിച്ചാൽ മോനെ അനസേ നിന്നെ വെറുതെ വിടില്ല. അപ്പൊ മമ്മാലിനെ എല്ലാവർക്കും അറിയാം, കാരണം മമ്മാലി ഒരു നല്ലൊരു മനുഷ്യനാണ്. നമ്മള് നല്ല മനുഷ്യൻ എന്ന് പറയണ്ടേ. മമ്മാലി കുറെ കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന ആത്മാർത്ഥമുള്ളൊരു വ്യക്തിയാണ്. അത് പെരിന്തൽമണ്ണക്കാർക്കറിയാം, എനിക്കറിയാം, നമുക്കറിയാവുന്ന ആൾക്കാർക്കൊക്കെ അറിയാം മമ്മാലി ആരാണ്. അപ്പൊ മമ്മാലിനെ വരെ ഈ അനസ് പറ്റിച്ചോ, ഞാൻ അത് ചോദിക്കണം. മമ്മാലിക്കാരെ പറ്റിച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രേഡിങ്ങിന്റെ ഇതിൽ മമ്മാലിക്കാടത്ത് പൈസ ഇടാൻ പറഞ്ഞ പൈസ കുറെ മമ്മാലിക്കാടെ പൈസ പോയിട്ടുണ്ട്. ഇത് അതിന്റെ ഒരു 10-30 കുറച്ച് ഫണ്ട് മമ്മാലിക്ക് ഓൾറെഡി പുള്ളിയുടെ മേടിച്ചിട്ടുണ്ട്. ഇത് പറഞ്ഞാൽ ഓൾറെഡി പുള്ളിയുടെ വാങ്ങിച്ചു. അത് കഴിഞ്ഞ് ഗൾഫിൽ പോകാൻ നേരത്തെ ഒരാഴ്ച മുമ്പ് മമ്മാലിക്കാടത്ത് പോയിട്ട് പുള്ളി ഒറ്റക്ക് പോയിട്ട് കരഞ്ഞാണ് പറഞ്ഞത്, മമ്മാലി ഞാൻ ഗൾഫിൽ പോയിട്ട് വരുമ്പോഴേക്കും പൈസ ബാക്കി സെറ്റ് ചെയ്യാം, മമ്മാലിയുടെ പൈസ സെറ്റ് ചെയ്യാം മമ്മാലി നിന്റെ പുറകെ നിൽക്കല്ലേ മമ്മാലി എന്നൊക്കെ പറഞ്ഞ് കയ്യും കാലും പിടിച്ചിട്ടാണ്. എൻ്റെ അറിവ് എന്ന് പറഞ്ഞാൽ പക്ക അവിടെ നിന്ന് അറിഞ്ഞാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂടെ പോയ ആള് എൻ്റെ ഒരു കൂട്ടുകാരനായിരുന്നു, അനസിൻ്റെ ഒപ്പം അന്ന് കൂടെ പോയ ആള്. അപ്പൊ അന്ന് മമ്മാലി പറഞ്ഞു അന്ന് പോയിട്ട് ഇന്ന ഡേറ്റിന് എനിക്ക് പൈസ അന്നും പറഞ്ഞാൽ പോയത്, അല്ലാതെ മമ്മാലിനെ അതിൽ പറ്റിച്ചിട്ട് പോയാൽ അങ്ങനെ വിടുന്ന ആളല്ല മമ്മാലി. എനിക്ക് അറിയാവുന്നിടത്തോളം കാര്യം മമ്മാലിനെ കുറിച്ച് അറിയാന്നുണ്ടെങ്കിൽ ആ പൈസ വാങ്ങിക്കാൻ മമ്മാലിക്ക് അറിയാം, ആ പൈസ ആ മേടിക്കാൻ ഡേറ്റിനെ കിട്ടുമെന്നും എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. കാര്യം അനസ് എന്തായാലും മമ്മാലിനെ പറ്റിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അതോടെ മമ്മാലിന്റെ കാര്യം തീർന്നു എനിക്ക് 100% ഉറപ്പാണ്. എം ഗ്രൂപ്പ് വലിയൊരു ഗ്രൂപ്പാണ്. എം ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മാലിക്ക ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറെ ചാരിറ്റിയും അങ്ങനെ പുള്ളി തന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യണതും ഒരുപാട് കാര്യങ്ങളും നല്ലൊരു മനുഷ്യനാണ് പുള്ളി. ഉള്ളതുകൊണ്ടാണ് സത്യം അനസ് ഇവിടുന്ന് പോയിട്ട് അവിടെ ജീവിച്ചിരുന്നതും ആ സെറ്റപ്പും എല്ലാം ഉണ്ടാക്കിയത് മമ്മാലി തന്നെയാണ്. അതെ അതെ. കാര്യം ആദ്യമേ തന്നെ ഈ നല്ല കൂടെ നിന്ന് ആത്മാർത്ഥമായിരുന്ന കുറെ പിള്ളേരെ പുള്ളി എല്ലാരും തമ്മിൽ തെറ്റിച്ചും വെട്ടിച്ചും കാര്യം പിള്ളേർക്ക് കുറെ കേസ് ഉണ്ടാക്കിയും കൊടുത്ത് അത് അവനാണ് ഇവനാണെന്ന് പറഞ്ഞ് തെറ്റിച്ച് എല്ലാരും നല്ല പിള്ളേരെ കംപ്ലീറ്റ് ഒഴിവാക്കി ഇവിടെ ഒരു ഗതിയില്ലാണ്ടായി. അങ്ങനെയാണ് മലപ്പുറത്ത് പോയിട്ട് മമ്മാലിയുടെ അടുത്ത് ചെന്നിട്ട് എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെന്ന ആളാണ് അനസ്. കാര്യം കൂടുതലുള്ള എല്ലാരും പോയി. കാര്യം അന്നൊക്കെ അവർക്ക് വിവരം വെച്ച് കുറെ പിള്ളേരൊക്കെ പോയത് കൊണ്ട് അവരൊക്കെ കുറച്ച് പേരൊക്കെ ഉറപ്പായിട്ടും കമന്റ് ബോക്സ് കണ്ടില്ലേ ഇടികൊണ്ട് തൂറിയാനെന്ന് പറഞ്ഞ മമ്മാലി ഇല്ലെങ്കിൽ. അതെ അതെ 100% പല കാര്യങ്ങൾക്കും പിന്നീട് എം ഗ്രൂപ്പ് മമ്മാലി എന്ന് പറഞ്ഞ പെരിന്തൽമണ്ണയിലെ ഒരു സുൽത്താൻ തന്നെയാണ്. ശരിയല്ലേ? ഉറപ്പായിട്ടും എനിക്കറിയണോണ്ട് ഞാൻ പറയണ്ട. പുള്ളി നല്ലൊരു മനുഷ്യനാണ്. പുള്ളീനെ വരവൻ പറ്റിച്ചെന്നും പറഞ്ഞാണ് കമന്റ് ബോക്സിൽ വന്നത്. അപ്പൊ അതിനെക്കുറിച്ച് ഇനി ആ പൈസ ഒക്കെ കൊടുക്കുവൻ. ആ കമന്റ് ബോക്സിൽ വന്നവരോട് എനിക്കൊരു കാര്യം പറയാനുള്ളൂ. മമ്മാലി എന്ന് പറഞ്ഞ ആളല്ലേ, മമ്മാലിക്കാരൻ എന്ന് പറഞ്ഞ ആളെ പറ്റിച്ചിട്ട് പോകാനുള്ള കെൽപ്പോ ആവതൊന്നും അനസിനില്ല. കാര്യം ഒരുപാട് പേര് അനസ് പറ്റിച്ചിട്ടുണ്ട്, പക്ഷെ മമ്മാലിയെ പറ്റിക്കാൻ പറ്റില്ല. അതിനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ അവർക്കുണ്ട്. അതിനാലിക്ക എന്ന് പറഞ്ഞാൽ ഈ ലാസ്റ്റുള്ള സമയങ്ങളിൽ കൂടെ ഉണ്ടായൊരു എല്ലാ വീഡിയോയിലും കാണാം പുള്ളി ഒരു പ്രായമുള്ള മനുഷ്യൻ കൂടുതൽ എല്ലാ വീഡിയോയിലും പുള്ളി ലാസ്റ്റ് എന്തിനും ഒരുമിച്ചുണ്ടായിരുന്ന ഒരാളാണ് അതിനാന്ന് പറഞ്ഞ ആള്. തുടക്കം ഞങ്ങൾക്ക് തന്നെ പുള്ളിയോടൊരു വെറുപ്പുണ്ടായിരുന്നു, ഫുൾ ടൈം പുള്ളി കൂടെ നടക്കണം അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ നോക്കിയപ്പോൾ എല്ലാത്തിനും കൂടെയുണ്ട് ഒരു പ്രായമുള്ള മനുഷ്യൻ എന്നുള്ളതിൽ ബേസ് ചെയ്ത് നമ്മൾ മാറിയത്. ഈ അതിനാലിക്കാടെ 3 MCR മുണ്ട് അതിനാലിക്ക പറഞ്ഞ കാര്യമാണോ ഈ അനസെടുത്തിനും പോയെന്നുള്ളൂ? ശരിയാണ്. അത് ഞാൻ വീഡിയോ ഇപ്പോൾ പുള്ളിയുടെ ഓൾറെഡി കണ്ടായിരുന്നു, പുള്ളി അത് ഓൾറെഡി പറയുന്നുണ്ട്. പക്ഷെ അതിലൊരു ഒരിക്കലും അതൊരു കള്ളത്തരാവാൻ ചാൻസ് ഇല്ല. കാര്യം ഇപ്പോൾ ഒരാളായിട്ട് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ അവൻ്റെ ഒരു വാച്ച ഒരു മൊബൈൽ ഉണ്ട് കഴിഞ്ഞാൽ പതുക്കെ നൂറ്റടിച്ച് മോനെ അതെനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു മോനെ എന്നൊക്കെ പറഞ്ഞ് അത് കയ്യിലാക്കാൻ വളരെ ഇതാണ്. ശരിക്കും പറഞ്ഞാൽ അനസൊരു ലോട്ടറി കച്ചവടം തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെരുമ്പാവൂർ നന്നായിട്ട് വിജയിക്കും. കാര്യം എല്ലാവരും കൂടെ ലോട്ടറി എടുപ്പിക്കും. വീഡിയോ ഒന്ന് കാണാം ഉറപ്പായിട്ടും, എന്നിട്ട് നമുക്ക് ബാക്കി ചർച്ചയിലോട്ട് പോവാം. ഹലോ നമസ്കാരം, എൻ്റെ പേര് അദ്നാൻ. ഞാൻ നിങ്ങളുടെ മുന്നിൽ വരാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അനസ് പെരുമ്പാവൂരിന് എൻ്റെ കൂടെ ഉള്ളൊരു ആളായിരുന്നു. ഞാൻ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെയുള്ള ഒരു ആളായിരുന്നു. എല്ലാവരും പോയി കഴിഞ്ഞിട്ടും ഞാൻ മാത്രമായിരുന്നു ഉള്ളത്. എൻ്റെ ഞാനായിരുന്നു അവനെ എല്ലാം ഉണ്ടാക്കിയത്. അവൻ നമ്മളെയും പറ്റിച്ച് കളഞ്ഞു. പറ്റിച്ചെന്ന് പറയലുണ്ടല്ലേ, ഇത് ഒരുമാതിരി തെണ്ടിത്തരം ചെയ്യലായി. ആ ഒരു ചങ്ങായി ഇപ്പോൾ ദുബൈയിലാണുള്ളത്. ദുബൈയിലിപ്പം എന്തൊക്കെയോ പരിപാടി നടത്തുന്നുണ്ട്. അതിനു മുമ്പ് അവൻ്റെ ക്ലാസ്മേറ്റാണ് ഷാജി പപ്പൻ. പൊള്ളാച്ചിയിൽ പിന്നെ മസാജ് സെൻറ്റർ നടത്തി അവിടുന്ന് പരിചയപ്പെട്ടിട്ട്
ഇപ്പം അവൻ ദുബൈയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്നുള്ളൂ, മസാജ് സെൻറ്റർ പൊള്ളാച്ചിയിൽ നടത്തിയ ഒരാളെ ദുബൈയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ എന്ത് ക്വാളിറ്റി ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾ ഊഹിച്ചെടുക്കുക. ഓക്കെ, അത് ഇവന് നമ്മളെ അടുത്തു നിന്നൊക്കെ ഫണ്ടുകൾ ഒരുപാട് വാങ്ങിയിട്ടുണ്ട്, നമ്മളെ കൂടെ ഉള്ളവരുടെ അടുത്തു നിന്നൊക്കെ ഫണ്ട് വാങ്ങിയിട്ടും ഇതാക്കിയിട്ടും. അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ട് ഇപ്പോൾ ഇത് തുറന്ന് പറയുന്നത്? ഒരാൾ നമ്മളെടുത്ത് മുന്നിലേക്ക് വരികയാണ്, എനിക്ക് പിന്നെ ഭക്ഷണം കഴിക്കാൻ ഒന്നുമില്ല, എന്നൊന്ന് സഹായിക്കണം, തീർച്ചയായിട്ടും നമ്മൾ സഹായിക്കും. അങ്ങനെ സഹായിച്ചിട്ട് അവരെ നമ്മൾ നല്ല രീതിയിൽ നന്നാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കുക. പക്ഷെങ്കിൽ ഇത് നന്നായിട്ടില്ല, അതിന് വേണ്ടിയിട്ട് നമുക്കിപ്പോൾ കിട്ടിയത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കാട്ടിയും ഇത് അവൻ്റെ കയ്യിൽ കിടക്കുന്ന വാച്ച് ആരുതാന്ന് ചോദിച്ചോ, ഡിസോർഡർ വാച്ച് ആരുതാണെന്ന് ചോദിക്കുക. അവൻ വെച്ചിരിക്കുന്ന റൈബൻ്റെ ഗ്ലാസ് അത് ആരുതാന്ന് ചോദിക്കുക. അവനിട്ട മുണ്ട് അത് ആരുതാണെന്ന് ചോദിക്കുക. അവൻ ഇന്ന് വരെ ജീവിതത്തിൽ അവൻ പൈസ കൊടുത്തിട്ട് ഒരു സാധനം വാങ്ങിയിട്ടില്ല, അതെല്ലാം എൻ്റെതാണ്, എൻ്റെത് അവൻ എടുത്തു കൊണ്ടതാണ്, അറിയാം. അതും ചോദിക്കാതെ എടുത്തുകൊണ്ടതാണ്. കട്ടിൽ നിന്ന് തന്നെ പറയാം. അവൻ ഒരു ട്രോളി ബാഗ് ഉണ്ട്, അതുവരെ എൻ്റെതാണ് കൊണ്ടത്, അറിയാം. അവനിടുന്ന വൈറ്റ് ഷൂ, ഞാൻ ലിലൻ പാൻറ്റിനിടുന്ന ഷൂ ആണത്, ആ ഷൂ വരെ അവന് അടിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. അവൻ്റെ അടുത്ത് ചെറ്റാന്ന് പറയുന്ന കള്ളൻ എന്ന് തന്നെ പറയാം. ഇങ്ങനത്തെ ഒരു നാറി ഇപ്പോൾ അവൻ്റെ കൂടെ നിന്നിട്ട് ഒരുപാട് ആൾക്കാർ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. ഫോട്ടോ എടുക്കുന്നവരൊക്കെ ശ്രദ്ധിച്ചോ, അവൻ എങ്ങനെയാണ് പണി തരിക എന്നുള്ളത് നിങ്ങൾക്ക് കുറച്ച് ദിവസം കഴിഞ്ഞാൽ അറിയാം. പറഞ്ഞ മനസ്സിലായോ അവന്? രണ്ടാമത്തത്, ഇപ്പോൾ അവൻ ദുബൈയിൽ ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അവനും ഷാജിയും കൂടി നടത്തുന്ന പരിപാടിയൊക്കെ എല്ലാവർക്കും അറിയാം. ഇത് കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാവും, അത് കഴിഞ്ഞാൽ അവൻ അതുമായിട്ട് മുങ്ങുകയും ചെയ്യും. കേട്ട് എന്താണ് കേൾക്കണത്? ആ വീഡിയോ ഞാൻ ഓൾറെഡി കണ്ടായിരുന്നു, അതിനൊക്കെ എന്നെ വിളിച്ചായിരുന്നു ഓൾറെഡി. കണ്ടല്ലേ? കണ്ട്. അപ്പൊ നമുക്ക് സമയം കുറെ ആയിപ്പോ. ഓക്കെ. അപ്പൊ ഈ എപ്പിസോഡ് വിളിച്ചു വൈൻഡപ്പ് ചെയ്യണം, എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടോ? പറയാനുള്ളത് ഇപ്പൊ ഈ രണ്ട് വീഡിയോസ് കണ്ട എപ്പിസോഡല്ല ആനസേ, അടുത്ത് വന്നത് ഞാനാണ് പറയുന്നത്. ഞാൻ എന്ന് പറഞ്ഞാൽ എന്റെ തെളിവുകൾ അത് നിനക്ക് എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഞാൻ ഇനി പറയാൻ പോണ കാര്യങ്ങൾ ഇത്ര പറഞ്ഞ സ്ഥിതിക്ക് എന്റെ എന്താണ് വന്നതെന്ന് മനസ്സിൽ നിനക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ നീ ഒന്ന് ആലോചിച്ച മതിയായിരുന്നു. ഇത്രയും നാളും നമ്മളൊക്കെ ഇത്രയും വർഷങ്ങളിട്ട് കളിപ്പിച്ച് നമ്മളെ വെറുതെ പാഴകളാക്കി പോയി എന്നുള്ളൊരു ചിന്ത നിനക്കുണ്ടെങ്കിൽ നിനക്കത് തെറ്റുപറ്റിയിട്ടുണ്ട് മനസ്സേ. നീ അത് ചിന്തിച്ചോ. ഇത്രയും പേരുടെ ജീവിതങ്ങൾ, എത്ര പിള്ളേരുടെ ജീവിതങ്ങൾ, എത്ര കുടുംബങ്ങൾ അനാഥാക്കിയിട്ടുണ്ട്. ഇതിനെല്ലാത്തിനും കൂടി ഒരുമിച്ചൊരു പണി നിനക്ക് തരുന്നത്, പണിയെന്നല്ല, ഇതിനെല്ലാം നിനക്ക് ഒരുമിച്ച് കിട്ടാൻ പോകുന്നൊരു പണിയാണ് അടുത്ത എപ്പിസോഡ്. നീ പ്രതീക്ഷിച്ചിരുന്നു, അതോടുകൂടി എല്ലാം ക്ലോസ് ആണ്. പെരുമ്പാവൂർ അനസ് എന്നുള്ള പേര് അതവൻ ശരിക്കും ആരായിരുന്നു, ശരിക്കും എന്തായിരുന്നു ജനങ്ങൾ അറിയാൻ പോകുന്നതാണ്. അവൻ ശരിക്കും എന്താണെന്ന് ഇത്ര എനിക്ക് പറയാനുള്ളൂ. പിന്നെ ദുബായിലുള്ളവരുടെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഇപ്പോഴേ ശ്രദ്ധിച്ച് നിന്നോ, അല്ലെങ്കിൽ നിങ്ങളുടെ കളസം വരും. എപ്പിസോഡ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾക്ക് കോമഡി അടിച്ച് കാര്യങ്ങൾ പറയാം. ആൾക്കാർക്ക് ഞാനിപ്പോൾ ഓൾറെഡി കോമഡി ആയിട്ട് തോന്നുന്നുണ്ടാവും, പക്ഷെ അത് കോമഡി ആയിട്ട് കാര്യങ്ങൾ പറയുന്നുള്ളൂ. ഇനിയുള്ള കോമഡി അല്ല, കുറെ എവിഡൻസ്. കാര്യം അനസ് എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, അനസ് എന്തെല്ലാം ഒന്നും ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർക്കും മനസ്സ് വലിയ ആളാണെന്ന്. പക്ഷെ അത് ചെയ്തേക്കണ എങ്ങനെയാണ്, എന്താണ്, എന്തെല്ലാം കാര്യങ്ങളുണ്ട്, അനസൊക്കെ എന്തെല്ലാം ബന്ധങ്ങൾ മിസ്യൂസ് ചെയ്തിട്ടുണ്ട്, അനസിന് എന്തൊക്കെ അവന്റെ ഫുള്ള് ഡീറ്റെയിൽ. അപ്പൊ അതെല്ലാം നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം അല്ലേ? അപ്പൊ ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. അപ്പൊ നമ്മുടെ ഈ പരിപാടി എല്ലാവരും ഷെയർ ചെയ്യുക. ഒരു ഗുണ്ടാത്തലവനെ നമുക്ക് മേടിക്കേണ്ട ആവശ്യമില്ല, ഒരു ഗുണ്ടാത്തലവന്റെ പിള്ളേരെ നമ്മൾ മേടിക്കേണ്ട ആവശ്യമില്ല. എന്തേ, നമ്മളെ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം എന്ന് വ്യക്തമായിട്ട് അറിയാം. കർമ്മ എന്നൊരു സംഭവം ഉണ്ട്, കർമ്മ എവിടെ കൊടുത്താൽ തിരിച്ചു വരും. അതെ, എത്ര കാലം കഴിഞ്ഞിട്ടാണെങ്കിലും തിരിച്ചു കിട്ടും. ലോക സമസ്ത സുഖ്നോ ഭവന്തു. അപ്പൊ ഓക്കെ, അടുത്ത എപ്പിസോഡിൽ കാണാം.